മുഖ്യമന്ത്രിയുടെ നയപരമായ നല്ലൊരു തീരുമാനമാണ്. കാരണം 10-26 വണ്ടികളുമായിട്ടൊന്നും ഓടാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ റോഡിലൂടെ സഞ്ചരിക്കുന്ന VD സതീശന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം തന്നെയാണ്. ആ തീരുമാനം അതിയായ സന്തോഷവും ചരിതാർത്ഥ്യവുമുണ്ട് കേരള ജനതയ്ക്ക്. മുമ്പ് പിണറായി വിജയൻ കടന്നു പോകുമ്പോൾ ബ്ലോക്കിൽപ്പെട്ട ആളാണോ? തീർച്ചയായിട്ടും അദ്ദേഹം എറണാകുളത്ത് വരുമ്പോഴും ഒരുപാട് വണ്ടികളുണ്ടാവും. എത്ര വണ്ടികളുടെ എണ്ണം കറക്റ്റായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം പലപ്പോഴും പല മോഡലിലായിരിക്കും. ഫയർ സർവീസ്, ആംബുലൻസ് തുടങ്ങി 10-40 വണ്ടികൾ അകമ്പടിയാണ് അദ്ദേഹത്തിനുണ്ട്. അത് തീർച്ചയായിട്ടും അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് VD സതീശൻ എടുത്തിരിക്കുന്നത്. നല്ലൊരു തീരുമാനമാണ്, മികച്ച തീരുമാനം തന്നെയാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് തന്നെ നോക്കിയാൽ തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രിമാരെയൊക്കെ നോക്കുകയാണെങ്കിലും ഇപ്പോൾ അവിടെ അല്ലാതെ റൂറലി ഭരിക്കുന്നവരൊക്കെ ആണെങ്കിലും സൈക്കിളിലും 2 വീലറിലും വരെ പോകുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നതല്ലേ. ഇന്ത്യയിൽ മാത്രമുള്ള ഒന്നാമത് ഈ കാറിൽ ഇത്രയും എസ്കോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നമ്മുടെ മുഖ്യമന്ത്രി നോർമലി നേരത്തെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി ഇത്രയും വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതിനോട് ഞങ്ങൾക്കൊന്നും സത്യം പറഞ്ഞാൽ യാതൊരു യോജിപ്പുള്ളവരല്ല. ഇപ്പോൾ രണ്ടായിട്ട് കുറച്ചെങ്കിലും അത് വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ്. VD സതീശനെ പോലെ ജനകീയ മതേതര ജനാധിപത്യ നേതാവിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും കൂടുതൽ നല്ല ഇതുപോലുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്, ഒരു തടഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ലൊരു നേതാവ് ഞാൻ കിട്ടിയതും ഭയങ്കര ഭാഗ്യമാണ്. അത് ഒരു വണ്ടി മതി എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ IG പറഞ്ഞത് 2 വണ്ടി വേണമെന്നാണ്, പുള്ളിക്ക് ഒരു വണ്ടി മതി എന്നാണ് പുള്ളി പറഞ്ഞത്. നല്ല തീരുമാനമുണ്ട്. മുഖ്യമന്ത്രിക്ക് 2 വണ്ടി മതി എന്നുവെച്ചാൽ നേരത്തെ ഗവൺമെന്റ് പോലെ അല്ല, ഭരണം നല്ല രീതിയിൽ കാഴ്ചവെക്കുകയാണെങ്കിൽ അതിന്റെ രീതി ഉണ്ടാവും. മുഖ്യമന്ത്രിയുടെ നയപരമായ നല്ലൊരു തീരുമാനമാണ്. കാരണം 10-26 വണ്ടികളുമായിട്ടൊന്നും ഓടാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ റോഡിലൂടെ സഞ്ചരിക്കുന്ന VD സതീശന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം തന്നെയാണ്. ആ തീരുമാനം അതിയായ സന്തോഷവും ചരിതാർത്ഥ്യവുമുണ്ട് കേരള ജനതയ്ക്ക്. മുമ്പ് പിണറായി വിജയൻ കടന്നു പോകുമ്പോൾ ബ്ലോക്കിൽപ്പെട്ട ആളാണോ? തീർച്ചയായിട്ടും അദ്ദേഹം എറണാകുളത്ത് വരുമ്പോഴും ഒരുപാട് വണ്ടികളുണ്ടാവും. എത്ര വണ്ടികളുടെ എണ്ണം കറക്റ്റായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം പലപ്പോഴും പല മോഡലിലായിരിക്കും. ഫയർ സർവീസ്, ആംബുലൻസ് തുടങ്ങി 10-40 വണ്ടികൾ അകമ്പടിയാണ് അദ്ദേഹത്തിനുണ്ട്. അത് തീർച്ചയായിട്ടും അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് VD സതീശൻ എടുത്തിരിക്കുന്നത്. നല്ലൊരു തീരുമാനമാണ്, മികച്ച തീരുമാനം തന്നെയാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് തന്നെ നോക്കിയാൽ തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രിമാരെയൊക്കെ നോക്കുകയാണെങ്കിലും ഇപ്പോൾ അവിടെ അല്ലാതെ റൂറലി ഭരിക്കുന്നവരൊക്കെ ആണെങ്കിലും സൈക്കിളിലും 2 വീലറിലും വരെ പോകുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നതല്ലേ. ഇന്ത്യയിൽ മാത്രമുള്ള ഒന്നാമത് ഈ കാറിൽ ഇത്രയും എസ്കോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നമ്മുടെ മുഖ്യമന്ത്രി നോർമലി നേരത്തെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി ഇത്രയും വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതിനോട് ഞങ്ങൾക്കൊന്നും സത്യം പറഞ്ഞാൽ യാതൊരു യോജിപ്പുള്ളവരല്ല. ഇപ്പോൾ രണ്ടായിട്ട് കുറച്ചെങ്കിലും അത് വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ്. VD സതീശനെ പോലെ ജനകീയ മതേതര ജനാധിപത്യ നേതാവിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും കൂടുതൽ നല്ല ഇതുപോലുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്, ഒരു തടഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ലൊരു നേതാവ് ഞാൻ കിട്ടിയതും ഭയങ്കര ഭാഗ്യമാണ്. അത് ഒരു വണ്ടി മതി എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ